ഹലോ, അസ്സലാമു അലൈക്കും. സനാസ് അലൈ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോമ്പും പെരുന്നാളും കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പാടത്തെ നെൽകൃഷി കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് ഫുഡ് കൊണ്ടുപോവുകയാണ് കേട്ടോ ഇന്ന്. ഇക്കാക്കും 2 ഹിന്ദിക്കാർക്കും ഫുഡ് കൊണ്ടുപോവുകയാണ്, കൂടെ നമ്മുടെ മക്കൾസും ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ട്രാക്ടറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സാലിമോനെ ട്രാക്ടർക്ക് കയറ്റി കൊടുത്തു. അപ്പോൾ എന്നെയും ഒന്ന് കയറ്റിക്കാട്ടിപ്പിച്ചേന്ന് പറഞ്ഞിട്ട് ചെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ പോയി കയറിക്കോന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ നെല്ല് ഒരു ഭാഗത്ത് കൊയ്തിട്ടിട്ടുണ്ട്, അതുപോലെ ഉണക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴകളുണ്ട്, അപ്പോൾ അത് കാരണം ഉണക്കിയെടുക്കുന്നു കഴിയുന്നതും നോക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇതാ സാലി ഇതാ പ്ലേറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി നെയ്ച്ചോറെന്നല്ല, കുറേ ദിവസമായിട്ട് നമ്മൾ പെരുന്നാളിന് തുടങ്ങിയ മുതൽ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെയാണ്. അപ്പം നല്ല നാടൻ ചോറാണ് കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ല നാടൻ ചോറ് പറയുമ്പോൾ ഞങ്ങളിവിടെ പൊന്നിയരിയാണ് ഞാൻ വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല പൊന്നിയരി ചോറും പിന്നെ കൂട്ടാൻ വെക്കാൻ കിട്ടിയതോ നല്ല രാവിലെ തന്നെ കിട്ടി, നല്ല ഫ്രഷ് മത്തി കിട്ടി. അത് നന്നായിട്ട് മാങ്ങ ഒക്കെ ഇട്ടിട്ട്, അതും കോമാങ്ങ ഇട്ടിട്ട് ഞങ്ങൾ അതിന് അടിപൊളിയായിട്ടൊരു മത്തിപ്പുളി ഉണ്ടാക്കി. എൻ്റെ കറിക്ക് ഞാൻ തന്നെ നല്ലത് പറയാമല്ലോ. എന്തായാലും കൂട്ടിയാൽ എല്ലാവരും നല്ല തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള നല്ല മത്തിപ്പുളി. സാധാരണ മത്തിപ്പുളി വെക്കുമ്പോൾ ഞാൻ 2 വെണ്ടക്ക വാട്ടിയിടാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വെണ്ടക്ക കിട്ടിയില്ല, അതുകൊണ്ട് വെണ്ടക്ക ഇട്ടിട്ടില്ല. പക്ഷേ നല്ല കോമാങ്ങ പച്ച മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പുളി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ട്. കഴിച്ചപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ വരുമ്പോൾ ഞാനൊരു പാക്കറ്റ് തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നല്ല വഴുതനങ്ങ, ബ്രൗൺ കളറിലുള്ള വഴുതനങ്ങ ആയിരുന്നു. അത് സനമോള് ചെറിയ പീസായിട്ട് നോക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെല്ലുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊരു ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു. കഴിക്കാനും രസമുണ്ട്, കാണാനും ചന്തമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളൊരു പണിയെടുക്കുന്നവർക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് നന്നായി എന്ന് പറയുമ്പോൾ അതും സന്തോഷമാണല്ലോ കേൾക്കുന്നത്. എങ്ങനെയായാലും അധ്വാനിക്കുന്നവർക്ക് എന്ത് വെള്ളം കൊണ്ടു കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഹിന്ദിക്കാരും പറഞ്ഞു അവർക്ക് നന്നായിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഇതാ 2 ആളും ഒപ്പം അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. സനമോളും അതെ, സാലിമോനും അതെ, ഞാനും ഒപ്പം കൂടാറുണ്ട്. പക്ഷെ ഇന്ന് ഇന്ത്യക്കാരൻ്റെ ഒരു മകനും കൂടി ഭക്ഷണം കഴിക്കാൻ വരാനുണ്ട്. അപ്പോൾ അത് അവൻ വന്നിട്ട് അവനക്ക് വിളമ്പി കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നെല്ലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ചോദിക്കുകയാണ് കേട്ടോ. നെല്ലെടുത്ത് നോക്കിയോ, നല്ല എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ നല്ല അഭിപ്രായം തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ നെല്ലൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. നെല്ല് എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്കതും വേണമല്ലോ, നെല്ല് കൊയ്തെടുത്തുമ്പോൾ നല്ല നെല്ലായി കിട്ടിയാൽ നമുക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി, നല്ല സന്തോഷമായി. ഞങ്ങളെന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. സാലി വരുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെയായാലും അവനെ ട്രാക്ടറിൽ കയറ്റിയിട്ട് ഞങ്ങൾ റോഡിലേക്ക് ആക്കി തന്നു കേട്ടോ. ഞങ്ങൾ സ്കൂട്ടിയിൽ പോന്നു, അവന് ട്രാക്ടറിലേക്ക് ആക്കി തന്നു.